അടുത്ത അനിമോളാണ് വരുന്നത്. അനിമോൾക്ക് പറയാനുള്ളത്, അനിമോൾ പറയുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീട്ടിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ബിഗ് ബോസ് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ അങ്ങനെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചിരിക്കുമ്പോൾ അനിമോൾ പറയുന്നു, ചിരിക്കണ്ട ആരും. ബിഗ് ബോസ് തരുന്നൊരു മോട്ടിവേഷൻ അത് ഇവിടെയുള്ള എല്ലാവർക്കും അവരവരുടെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ എല്ലാവർക്കും ബിഗ് ബോസിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക്. അപ്പോൾ അവിടെ ആരും എന്തോ പറഞ്ഞു. അപ്പോൾ അനിമോൾ ചോദിക്കുന്നത്, എന്ത് പറ്റി? അല്ല, തമാശയായിട്ട് തോന്നുന്ന പോലെ അപ്പാനിയുടെ അടുത്താണ് പറയുന്നത്. എൻ്റെ തമാശ കേട്ടിട്ട് ചിരിച്ചിയാണെന്ന് അപ്പാനി പറയുന്നു. അങ്ങനെ എനിക്ക് പറയാനുള്ള ഒരു മോട്ടിവേഷൻ തന്നത് ബിഗ് ബോസ് ആണ്. അഭി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എവിടെയെങ്കിലും ഇരുന്നാൽ കണ്ടുപിടിച്ച് തേടി പിടിച്ച് എന്നോട് ഓക്കെ ആണോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജിഷിൻ ചേട്ടനും അതുപോലെ തന്നെ. ഞാനും ജിഷിൻ ചേട്ടനും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും പുള്ളിക്കാരൻ, അത് നമുക്കറിയാം, എത്ര വഴക്കുണ്ടായാലും ആ ഒരു ബോണ്ട് പോകത്തില്ലെന്ന്. അതും പുള്ളിക്കാരൻ മാറിയിരുന്ന് എന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ട്. അനിമോൾ അത് പറഞ്ഞതും ജിഷിനും അഭിലാഷും വന്നിട്ട് അനിമോളെടുത്ത് വന്ന് നിൽക്കുകയാണ്. അവരെല്ലാവരും കിടന്ന് ചിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരോട് വന്നപ്പം പറഞ്ഞു കഴിഞ്ഞില്ലെന്ന് അവിടെ ഇരുന്നവരെല്ലാം പറയുന്നു. ബിഗ് ബോസ് ഇടയ്ക്ക് കയറി പറയുന്നു, എല്ലാവരും ശ്രദ്ധിക്കുക, ഒരാൾ സംസാരിക്കുകയല്ലേ എന്ന് പറയുന്നു. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ആദില, നൂറ എന്ന് പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് അവർക്കറിയാം ഞാൻ ഡ്രസ്സിംഗ് ടേബിളിൽ എവിടെയെങ്കിലും ഇരുന്ന് കരയായിരിക്കുന്നു. അതും അവർ തേടി പിടിച്ച് വന്നിട്ട് എന്നെ സമാധാനപ്പെടുത്താറുണ്ട്. പിന്നെ ഓക്കെ ആക്കാറുണ്ട്. പിന്നെ ഈ ഒരു ലാലേട്ടൻ വന്നൊരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ വായിരിക്കുന്ന എല്ലാം കേട്ടിട്ട് ഞാൻ ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ആദില, നൂറ, ഷാനാസിക്കൊക്കെ എന്നെ അവിടെ ഇരുത്തി, നീ എന്തിനാണ് ഇവിടുന്ന് പോകുന്നത് എന്നൊക്കെ ചോദിച്ച് എന്നെ കുറേ ക്ലാസ് എടുത്തിട്ട്. അപ്പോഴൊക്കെ എനിക്ക് കുറച്ച് സന്തോഷം തോന്നി. അപ്പോഴാണ് എനിക്കൊരു തീരുമാനമായത്, ഞാൻ പോകണ്ട, ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ട ഒരാളാണെന്ന് തോന്നിയത്. ബിഗ് ബോസിൻ്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഞാനെന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത്. അപ്പോൾ തൊട്ടൊരു കോൺഫിഡൻസ് അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് സംഭവിച്ചതാണ്, നിവിൻ എൻ്റെ ബെഡിൽ വെള്ളം ഒഴിച്ച സമയത്ത് നൂറയൊക്കെ എനിക്ക് വേറൊരു ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും ഒക്കെ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ആരും കാണണ്ട, ക്യാമറ പോലും കാണണ്ടെന്ന് കരുതിയാണ് ഞാൻ ഏറ്റവും ബാക്കിൽ, ആ സോഫയുടെ ബാക്കിൽ പോയി. അഥവാ ക്യാമറ എൻ്റെ ബോഡി കണ്ടാലും എൻ്റെ ഫേസ് കാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഇടുങ്ങിയ ഭാഗത്തെൻ്റെ തല വെച്ചിട്ട് കയറി കിടന്നത്. ഇവിടെ പല ആൾക്കാരും അത് കണ്ടിട്ടുണ്ടാവില്ല. അതിലേക്ക് നൂറയ്ക്കും അറിയായിരുന്നു, അനീഷേട്ടൻ അറിയില്ലായിരുന്നു. രാവിലെ ആയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു, AC കൂട്ടിയായിരുന്നു ഇട്ടേക്കെന്ന് തോന്നുന്നു. ആ സമയത്ത് അനീഷേട്ടൻ വന്നിട്ട് ബ്ലാങ്കറ്റ് എനിക്ക് പുതച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് അനീഷേട്ടൻ്റെ പില്ലോയും എനിക്ക് തന്ന്, അതിവിടെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അനിമോൾ പിന്നെ ഒരുപാട് ടൈമിൽ തന്നെ അനീഷേട്ടൻ വന്ന് എന്നെ ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോഴേക്കും എല്ലാവരും ക്ലാപ്പ് കൊടുക്കുന്നു. അനിമോൾ വന്നിട്ട് അനീഷിനെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.